സർ, നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖല 2016 തളർന്നു കിടക്കുകയായിരുന്നു. പക്ഷേ LDF സർക്കാർ ആ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടി ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത്. അതിൻ്റെ തെളിവായി കാണാൻ കഴിയും, നെൽകൃഷി 2.5 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. പച്ചക്കറി കൃഷിയുടെ വിസ്തൃതി നേരത്തെ 1.2 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉൽപ്പാദന വിപണന മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് യുവതലമുറയടക്കം കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കാർഷിക മൂല്യവർദ്ധനവിനും അതിനുതകുന്ന നടപടികളും സ്വീകരിച്ചു വരികയാണ്. സർ, ഇവിടെ നാളികേരത്തെപ്പറ്റി നേരത്തെ പരാമർശിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ നാളികേര കൃഷി തന്നെ ഏകദേശം ഇല്ലാതാക്കുന്ന നടപടികളായിരുന്നു UDF സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചത്. LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഈ മേഖലയിൽ വലിയ ഉണർവുണ്ടായത്. നാളികേരത്തിൻ്റെ താങ്ങുവില 32 രൂപയിൽ നിന്നും 34 രൂപയായി വർദ്ധിപ്പിച്ചു. നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച കേരഗ്രാമം പദ്ധതി അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം 98 കേരഗ്രാമങ്ങളാണ് യാഥാർത്ഥ്യമാക്കിയത്. 12,64,000 തെങ്ങിൻ തൈകളാണ് വിതരണം ചെയ്തത്. സർ, ഇവിടെ കാർഷിക രംഗത്തെപ്പറ്റി പറയുമ്പോൾ ആസിയാൻ കരാർ ഓർക്കാതിരിക്കാൻ പറ്റില്ല. സർ, ആസിയാൻ കരാർ ഒപ്പുവെച്ചതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണല്ലോ കോൺഗ്രസ്. കേരളത്തിലെ UDFും ആസിയാൻ കരാറിനെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്തവരായിരുന്നു. സർ, ആസിയാൻ കരാറിനെതിരെ സമരം ചെയ്ത ഇടതുപക്ഷത്തെ വല്ലാതെ പരിഹസിക്കുകയായിരുന്നു അന്ന് UDF ചെയ്തത്. സർ, റബ്ബർ കൃഷിയുടെ നട്ടെല്ലൊടിച്ചത് ആസിയാൻ കരാറാണ്. അപ്പോൾ ആകാവുന്ന വിധത്തിൽ റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചത്. സർ, എന്നാൽ LDF സർക്കാർ റബ്ബർ സബ്സിഡിക്കുള്ള തുക 600 കോടി രൂപ ഉയർത്തിയിട്ടുണ്ട്. റബ്ബർ റീപ്ലാന്റിംഗ് സബ്സിഡി 50,000 രൂപയായി ഉയർത്തണമെന്നും റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ റബ്ബറിൻ്റെ താങ്ങുവില 150 രൂപയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സർ, അതേപോലെ തന്നെ ക്ഷീരസഹകരണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾക്കാണ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 50 ഫോക്കസ് ബ്ലോക്കുകളെ തിരഞ്ഞെടുത്ത് സർക്കാർ വകുപ്പ് ബജറ്റ് വിഹിതവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഹിതവും പ്രയോജനപ്പെടുത്തി 10,000 ഉരുക്കളെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. സർ, അതേപോലെ 40 തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പാക്കുകയാണ്. അത് ഈ മേഖലയിലെ ഒരു വലിയ കാൽവെപ്പായിരിക്കും.